എമ്പുരാൻ. ആക്ച്വലി പൃഥ്വിരാജ് പല ഇന്റർവ്യൂകളിലും പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയ പടം തന്നെയാണ്. മേക്കിംഗ് വൈസ് അല്ല, സ്റ്റോറി വൈസ്. ഇതൊരു മോഹൻലാൽ പടമാണ്, പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഉണ്ടായ ഒരു ചിത്രമാണ്. ബട്ട് എന്നെ ഇതിലേക്ക് കൂടുതൽ ആകർഷിച്ചത് മുരളി ഗോപി എന്ന റൈറ്ററാണ്. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ എപ്പോഴും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കഥകൾ എപ്പോഴും നല്ല മനോഹരമായ രീതിയിൽ എഴുതുന്ന ഒരു വ്യക്തിയാണ് മുരളി ഗോപി. ബട്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ വിഷ്വൽ എലമെന്റ്സ് എല്ലാം ഒരു അടിപൊളിയാക്കി. ബട്ട് അതിനിടയിൽ കഥയുടെ ഡെപ്ത്, കഥയിലെ കഥാപാത്രങ്ങൾക്കുള്ള ഒരു ആഴം അവരെല്ലാം കുറച്ചു. കാണുമ്പോൾ നല്ലതാണ്, ബട്ട് ഒരു ഇമോഷണലി ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഈവൻ നമ്മുടെ വിവേക് ഓബ്രായി, നമ്മുടെ ലൂസിഫർ 1-ലെ വിവേക് ഓബ്രായുടെ വില്ലൻ ഉണ്ട്. അതിനേക്കാളും ക്രൂരന്മാരാണ് ഇതിലെ വില്ലന്മാർ. ബട്ട് എന്നിരുന്നാൽ പോലും ആ വിവേക് ഓബ്രായിക്ക് കിട്ടുന്ന കഥാപാത്രത്തിന് കിട്ടിയത്ര ഡെപ്ത് ഒന്നും ഇതിലെ വില്ലന്മാർക്ക് കിട്ടിയിട്ടില്ല. ഇതൊരു ആക്ച്വലി ഒരു ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ പറഞ്ഞേക്കാളും നമുക്ക് കാണാൻ പറ്റുന്നത് സെയ്ദ് മസൂദിന്റെ ഒരു സ്പിൻ ഓഫ് പോലെയാണ്. ഞാൻ ലൂസിഫർ ഒരു 4 വട്ടങ്ങൾ മിനിമം അടിച്ച് കളയാൻ കണ്ടിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് രസമായിട്ടാണ് അത് ചെയ്തു വെച്ചേക്കുന്നതും. അതിന്റെ മ്യൂസിക്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിന്റെ കഥ പോകുന്ന നല്ല കഥാപാത്രങ്ങൾ എല്ലാവരും ഒന്നിനൊന്നും മികച്ചതായിരുന്നു. ഈവൺ ആ ഗോവർദ്ധൻ പോലും ലൂസിഫറിൽ കുറച്ച് നേരമേ ഉള്ളൂ. ബട്ട് അത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഗോവർദ്ധൻ എന്ന കഥാപാത്രം, അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ കഥാപാത്രത്തിന്. ബട്ട് ഇതിലെ ഗോവർദ്ധന് സിനിമയിലുണ്ട്, ബട്ട് അതും ലൈറ്റ് ആയിപ്പോയി ആ കഥാപാത്രവും. ആർക്കും, അതായത് കുറെ കഥാപാത്രം, ലോട്ട്സ് ഓഫ് ആക്ടേഴ്സ് ആർ ദെയർ, ബട്ട് ആർക്കും വിചാരിച്ചത്ര ഡെപ്ത് ആ സിനിമ കൊണ്ടുവരാൻ സാധിച്ചില്ല. പിന്നെ ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഒരു സിന്ദ എന്നൊരു പാട്ട് ഈ സിനിമയിലുണ്ട്. അതിന് ലിറിക്കൽ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഞാൻ ഹെഡ്സെറ്റിലും കേട്ട് നോക്കി, സ്പീക്കറിലും കേട്ട് നോക്കി, ബട്ട് എനിക്ക് അത്രയ്ക്കും വർക്കായില്ല. ബട്ട് ഈ സിനിമയിൽ ആ പാട്ട് പ്ലേസ് ചെയ്തേക്കുന്ന അടിപൊളി. കാരണം ആ പാട്ട് തുടങ്ങിയ ഏകദേശം 1 മിനിറ്റ് കേട്ടായിരിക്കുമേ ഈ പാട്ടാണ് അവിടെ പ്ലേ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ആ പാട്ടും അതിന് കാണിക്കുന്ന വിഷ്വൽസും, അതിനോട് ചേർന്ന് കാണിക്കുന്ന വിഷ്വൽസും അടിപൊളിയാണ്. നല്ല നല്ല എൻജോയ്മെന്റ് ആണ് അത് കാണാൻ. അതുപോലെ തന്നെ പൃഥ്വിരാജ് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, അതായത് മുരളി ഗോപി സ്ക്രിപ്റ്റ് ഫൈനലാക്കിയിട്ട് പൃഥ്വിരാജിന് കൊടുക്കും. പൃഥ്വിരാജ് ഒരു 6-7 മാസം അതിൽ വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ രീതിയിലാക്കിയിട്ട് അവർ രണ്ടും ഡിസ്കസ് ചെയ്യും. ചില മാറ്റങ്ങളൊക്കെ വരുത്തി മുരളി ഗോപിയും പൃഥ്വിരാജും ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയ ഒരു പോയിന്റിൽ അവരത് ഫിക്സ് ആക്കുന്നു. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എന്തായിരിക്കും മുരളി ഗോപിയുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന്. അത് ഇതുപോലെ തന്നെ ആയിരുന്നു എന്ന്. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഇല്ലുമിനാറ്റി അതുപോലത്തെ കുറെ മെയിൻ ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ സിനിമ കാണുമ്പോൾ അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ആ കഥാപാത്രങ്ങൾ, മീൻസ് അവരുടെ എലമെന്റ്സ് കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു സയ്യിദ് മസൂദ് സ്പിൻ ഓഫ് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തൊട്ടില്ല എന്ന രീതിയിലാണ് പല കാര്യങ്ങളും കൊണ്ട് നിർത്തിയേക്കണത്. എനിവേ, എൻ്റെ ഒരു സെൽഫിഷ് മോട്ടീവ് എന്ന രീതിയിൽ ഈ പടം മാസീവ് ഹിറ്റ് ആവുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഈ പടം അത്രയ്ക്കും ഹിറ്റായാലും ഒരു 3-ാം പാർട്ട് ഇറക്കുള്ളൂ എന്ന്. എനിക്ക് 3-ാം പാർട്ട് കാണാൻ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ പടം ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് തിയേറ്ററിൽ പോയ ഒരു 1 ടൈം വാച്ചബിൾ മെറ്റീരിയൽ ഇതിലുണ്ട്. ബട്ട് കുറെ എക്സ്പെക്ടേഷൻ കൂടിപ്പോയി, അതാ പറ്റിപ്പോയത്. ഈ ലൂസിഫർ അത്രയ്ക്ക് നല്ലതായിരുന്നു. അതിന് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണ് വരാൻ പോകുന്നത്. ഹൈപ്പ് കൂടുതലായിരുന്നു. അതിനനുസൃതമായിട്ട് എൻ്റെ എക്സ്പെക്ടേഷൻ കൂടിപ്പോയി. അതായിരിക്കാം ബേസിക്കലി പറ്റിപ്പോയത്. എന്നിരുന്നാലും ഈ പടം ഒരു മാസീവ് ഹിറ്റ് ആവണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം. കാരണം തേർഡ് പാർട്ട് എനിക്ക് കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ട്.